നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് ഓണത്തിനോടനുബന്ധിച്ചുള്ള 1-2 മത്സരങ്ങളാണ്. ഒന്ന് ഓലമെടയൽ മത്സരം, രണ്ടാമത് വടംവലി മത്സരം. ഇങ്ങനെ 2 മത്സരങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പം നമ്മുടെ വീടൊക്കെ പഴയകാലത്ത് ഓലയും പനയോലയും ഈറ്റയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്മരണയ്ക്ക്, ഒരു പഴമയുടെ ഓണത്തിൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് ഓലമെടയൽ മത്സരമാണ് ഇന്ന് നടത്തുന്നത്. അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്ന ഒരാളെന്ന് പറയുന്നത് ശ്രീമതി രുക്മിണി തങ്കപ്പൻ. പറഞ്ഞു വരുമ്പോൾ എൻ്റെ അമ്മയായിട്ട് വരും. അമ്മച്ചി റെഡിയായിട്ടുണ്ട്. പിന്നെ ഒരാൾ ഞാനായിട്ട് തന്നെ വരും. അപ്പം ഇതിൻ്റെ നിയമാവലികൾ അറിയത്തില്ല എന്ന് വെച്ചിരുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. 2 ഗീർ ഓലയാണ് എന്ന് വെച്ചാൽ ഒരു മടലിൻ്റെ 2 ഗീർ ഓല. ഇത് ആദ്യമേ മെടഞ്ഞ് ഒരെണ്ണം അവനവൻ്റെ ഓല ആദ്യമേ മെടഞ്ഞ് ഇരുന്ന ആര് എന്നുള്ളതാണ് മത്സരം. അല്ല, സമയമല്ല. ആദ്യമേ ആര് മെടഞ്ഞ് തീർക്കുന്നു അതാണ് അപ്പോൾ ഇതിൻ്റെ വിജയം തീരുമാനിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ ആദ്യമേ ഇതിൻ്റെ ടോസാണ് നടക്കാൻ പോകുന്നത്. അപ്പം ചക്രം. ഇത് പഴയ കാലത്തെ ക്രിക്കറ്റിന് മുമ്പുള്ള ചക്രം എന്നാണ് പറഞ്ഞത്. ടെയിൽ ഈസ് ദ കോൾ. അമ്മച്ചിയാണ് വിൻ ചെയ്തിരിക്കുന്നത്. ടെയിലാണ്. അപ്പം അമ്മച്ചിക്ക് ഏത് സൈഡാണ് വേണ്ടേ? അവിടെ ഇവിടെ അമ്മച്ചി ആ സൈഡ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ സൈഡിലേക്കാണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഓലമെടയൽ അംഗം ആരംഭിക്കുകയാണ്. One, 2, 3. സുഹൃത്തുക്കളെ, അമ്മച്ചി വിട്ടടിച്ചാണ് പോകുന്നത്. അമ്മച്ചിയുടെ വേഗതയുടെ അടുത്ത് നമ്മൾ ചെല്ലുന്ന ലക്ഷണമില്ല. ഈ സ്ഥിതിയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കമന്ററി പറയുകയും ഓല മെടയുകയും കൂടെ ചെയ്യുക എന്ന് പറയുന്നത് വലിയ പാടുള്ള കേസാണ്. എന്തായാലും മത്സരം ഗംഭീരമായിട്ട് പുരോഗമിക്കുകയാണ്. അമ്മച്ചി എങ്ങോട്ടും നോക്കുന്നില്ല, തകർത്തടിക്കുകയാണ്. നമ്മളെ തോപ്പിച്ചേ അടങ്ങുള്ളൂ എന്നുള്ള രീതിയിലാണ് അമ്മച്ചിയുടെ ഓലമെടയിൽ നടക്കുന്നതെന്നുള്ളതാണ്. അമ്മച്ചി പകുതി കഴിഞ്ഞിരിക്കുകയാണെന്ന് തോന്നുന്നു. നമ്മളിത് മെടഞ്ഞൊക്കെ വരുമ്പോഴത്തേനും വിഷയമാകുമോ? സുഹൃത്തുക്കളെ, ഞാൻ ഒരു സൈഡ് ഓടിച്ചു തീർത്തപ്പോഴത്തേനും അമ്മ ആ സൈഡ് മടക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇച്ചിരി വേഗത്തിൽ ഇത് ചെയ്യേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. സുഹൃത്തുക്കളെ, ഞാനൊരു പകുതി ആയതേ ഉള്ളൂ. അമ്മച്ചി അതൊന്ന് പൊക്കി പിടിച്ചേ, അങ്ങോട്ട് തിരിഞ്ഞു പിടിച്ചേരും. എൻ്റെ ഓല പകുതി ആയതേ ഉള്ളൂ. അന്നേരത്തേനും അമ്മച്ചി ഇതാ ഓല മെടഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അമ്മച്ചിയുടെ ഒക്കെ ആയിട്ടുള്ള ഓല വളരെ മനോഹരമായിട്ട് മെടഞ്ഞ് ഞാനിതേണ്ട പകുതി ആയതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഓലമെടച്ചിൽ മത്സരത്തിൽ അമ്മച്ചി വിജയിച്ചായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അതല്ലാതെ വേറെ മാർഗമില്ല. ഇനിയിപ്പം നമ്മൾ മെനയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വലിയ മെനച്ചിലായി പോകും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ഓലമെടയൽ മത്സരം എന്ന് പറയുന്നത്. സെക്കൻഡ് നേരം കൊണ്ട് അമ്മച്ചി വിജയിച്ചിരിക്കുകയാണ്. അമ്മച്ചിക്ക് ഒരു സമ്മാനമുണ്ട്, അത് ഇപ്പം തന്നെ കൊടുക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, അമ്മയ്ക്കുള്ള ഓണ സമ്മാനമാണ് ഒരു മുണ്ടും തോർത്തുമാണ്. അത് കൊടുത്തുകൊണ്ട് ഈ മത്സരം അവസാനിപ്പിക്കും. ശരി ശരി സുഹൃത്തുക്കളെ, എല്ലാവരും സുരക്ഷിതരായിരിക്കുക, സന്തോഷത്തോടുകൂടി ഓണം ആഘോഷിക്കുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.